നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പെറ്റ്സിൻ്റെ കൂടെയുള്ള പാർട്ട് 2. കുക്കി ഇതിപ്പോഴൊന്നും തീരില്ല, ഒരു 9 മണിയായിട്ടുള്ളൂ. കോഴിയൊക്കെ പോയി നിന്നെ പേടിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെട്ടവര് എല്ലാരും രക്ഷപ്പെട്ടു. വാ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ അവിടെ നമ്മളുടെ ചേട്ടായി വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിട്ട് വേണം നമുക്ക് നമ്മളുടെ ടെഡീനെ കുക്കിനെ എല്ലാവരെയും കുറച്ച് നേരം ഇങ്ങനെ അഴിച്ചിടാനായിട്ട്. ശനിയും ഞായറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാവും, പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ ശനിയാഴ്ചയാണ് മിക്ക ദിവസങ്ങളും നമ്മൾ ഇവർക്ക് കുറേ സമയം അങ്ങനെ കൊടുക്കണത്. അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് ഇനി നമ്മൾ അവരെയൊക്കെ ഒന്ന് കുറച്ച് നേരം അഴിച്ചിടണം. അപ്പോൾ നമ്മളുടെ ചക്കി എൻ്റെ അവിടെ ഒരു എന്താ പറയുക, നമ്മൾ പെരുന്നാളിലൊക്കെ പടക്കം പൊട്ടിക്കാനായിട്ടൊരു ക്യാൻഡിലിൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരുന്നു. അത് തട്ടിമറിച്ച് താഴ്ത്തിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കി മിക്കതും ഇങ്ങോട്ട് വരില്ല, അവളങ്ങോട്ട് പോവും. പക്ഷേ നമ്മുടെ ടെഡീനെയും മില്ലീനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വലിയ റോപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ആ റോപ്പിൽ ഇങ്ങനെ നമ്മളുടെ ലീഷ് എന്ന് തന്നെ പറയാം, ഒരു 20 മീറ്ററിൻ്റെ അതിൽ ടെഡീനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവനെ അഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പിന്നെ അതൊരു കുഴപ്പമില്ല. അവൻ അവിടെ സാധാരണ നമ്മളിങ്ങനെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണിക്കില്ല, അങ്ങനെയൊന്നുമില്ല. അവൻ ഭയങ്കര കൂളായിട്ട് അവിടെ പോയി കിടക്കും. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അവന് പുറത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു സമാധാനം തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ ആൾ നല്ല ഉഷാറായിട്ട് അവിടെ ഇരിക്കും. അപ്പം നമ്മുടെ കൂക്കി പോയി ചൊറിയാൻ പോയിരിക്കും കേട്ടോ. അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എണീപ്പിക്കണം അവൾക്ക്. ഇതന്നെ പ്രശ്നം, എണീക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അവൾ ചാടിയിട്ട് അവൻ്റെ ചെവിമേലൊക്കെ പിടിക്കണം. അപ്പോൾ ഇങ്ങനെ കളിക്കാനാണ് അവൾക്ക് അവൻ്റെ അടുത്ത്. അപ്പോൾ അതാണ്, അവനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അവനിഷ്ടമല്ല അവനെ ചൊറിയണത്. നമ്മളൊക്കെ പോയിട്ട് ഇങ്ങനെ തലോടാന്നല്ലാണ്ട് അവളിങ്ങനെ നിർത്തില്ല. നമ്മളിങ്ങനെ തലോടണ പോലെയൊന്നും അല്ലല്ലോ. അവളിങ്ങനെ നിർത്തുകയുമില്ല. അവളിങ്ങനെ വാലുമേ പിടിക്കും, ചിലപ്പോൾ കാലുമേ കടിക്കും, ചെവിമേ ചാടി പിടിക്കും. അപ്പോൾ അതൊന്നും അവനങ്ങനെ അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. അത് കാരണം ഭയങ്കര ഇറിറ്റേഷൻ. ചിലപ്പോൾ ഉണ്ടല്ലോ അവളിങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ചാടും. അതോടുകൂടെ കുക്കി പേടിച്ചിട്ട് വേഗം ഓടിപ്പോരും. കാരണം ഒരു ചവിട്ട് കിട്ടിയാൽ മതിയേ കുക്കിയുടെ പണിക്കുറ്റം കഴിയും. വേഗം വന്ന് കാർപോർച്ചിൽ വന്നിരിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ആദ്യം പോവും. അങ്ങനെയാണ് പരിപാടികൾ. പിന്നെ അപ്പോഴേക്കും ചക്കി വന്നിട്ടുണ്ട്. ചക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്കിക്കും കുക്കിക്കും തമ്മിൽ ഒരു യുദ്ധം. അത് അവർ അതായത് കുറേ നേരം കുക്കി ഇങ്ങനെ ചക്കീനെ കാണാണ്ടൊക്കെ ഇരിക്കാൻ നോക്കി. അപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ ഭയങ്കര അഗ്രസീവ് ആവും. അവളായിട്ട് ഓടിപ്പിക്കും, കടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ കുറേ ടൈം അടുപ്പിച്ച് ഇങ്ങനെ അവർ ഒരുമിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഒന്നും ചെയ്യൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരു ഇതുമില്ല. കണ്ടില്ലേ ഇപ്പോൾ നമ്മളുടെ ചക്കി ടെഡീനെ തോണ്ടണം നോക്കുക. ശരിക്കും എന്താ പറയുക, ഒരു കുഴപ്പമില്ല. ടെഡി ഭയങ്കര കൂളാണ്. ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര അകത്തൊക്കെ ഇട്ട് വളർത്തണത്, ഭയങ്കര ബുദ്ധിയുള്ള, അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. അതുപോലെ തന്നെയാണ് സത്യത്തിലും വേണ്ടി സ്വഭാവം. പക്ഷേ കയ്യിലിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവനൊന്ന് അഴിച്ചിട്ട് നോക്കണം ഈ ലീഷം വന്ന്. അപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടുകയും ചെയ്യും. പിന്നെ ഈ ആൾക്കാരെ സാധാരണ എനിക്ക് തോന്നുന്നു ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമ്മൾ യൂട്യൂബിൽ കാണുന്ന അവരാണ് കേട്ടോ. ആൾക്കാരെയൊന്നും കണ്ടാൽ ഒന്നും ഇതാക്കില്ല. പക്ഷെ ഇവൻ ഭയങ്കര എന്താ പറയുക, ഗാർഡ് ഡോഗ് പോലെയാണ്. ഇവനങ്ങനെ പുറത്തു കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാലും ഭയങ്കര ബഹളവും നിറയെ കുറെ സ്ഥിരമായിട്ട് പോകണോ. അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിലുള്ള ആൾക്കാരെ കണ്ടാലും, പ്രത്യേകിച്ച് കുട്ടികളെ കണ്ടാൽ ഭയങ്കര, കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര നമ്മളുടെ അല്ല, പുറത്തു കൂടെ പോയി കഴിഞ്ഞാൽ. അതുപോലെ സൈക്കിൾ അവന് ഭയങ്കര ഇറിറ്റേഷൻ. സൈക്കിൾ ബെല്ലൊക്കെ ഭയങ്കര ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവനെ എനിക്ക് തോന്നുന്നു അവരൊരു 1 മണിക്കൂർ കൂട്ടിൽ വെച്ചു. അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നനയ്ക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓർക്കിഡാണ്. അവർക്ക് നല്ല ഒരു മങ്ങലും മഴക്കാരൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് വൈകിട്ട് ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഓർക്കിഡുകൾക്ക് എങ്ങനെയായാലും ഷെയ്ഡിൻ്റെ അടിയിലാണ്. അപ്പോൾ അതെന്തായാലും നനച്ച് കൊടുക്കണം. പിന്നെ നമ്മളുടെ ബോഗൻ വില്ലാസിന് പറഞ്ഞ മാതിരി അവൻ വിളിച്ചുകൊണ്ടിരിക്കട്ടെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ചെടിക്ക് നനയ്ക്കാനായിട്ട് ഓസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം അവന് വെള്ളം വേണം. ആവശ്യമില്ലെങ്കിൽ പോലും അവന് അതിൽ നിന്ന് വെള്ളം കുടിച്ചേ പറ്റൂ. അത് അവൻ്റെ ഒരു എന്താ പറയുക ശീലമായിപ്പോയി. ഇങ്ങനെ കിടന്ന് ഞീളിക്കൊണ്ടേ ഇരിക്കും ഓരോ സ്പെഷ്യൽ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്.
കണ്ടില്ലേ അവൻ്റെ വെള്ളം കൂടി കണ്ടാൽ വിചാരിക്കാൻ നമ്മൾ ഈ നൂറ്റാണ്ടിലൊന്നും അവന് വെള്ളം കിട്ടിയിട്ടില്ല. അതുപോലെയാണ് ഭയങ്കര വെള്ളം കൂടി. അതിൽ അവന് രാവിലെ ഫുഡ് കൊടുത്തപ്പോൾ അവൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം പകുതിയോളം അതിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൻ ഈ ആക്രാന്തം കാണിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ബോഗൻവില്ലാസിന് നനച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ നനയ്ക്കുള്ളൂ. നമ്മളതിനെ ബോഗൻവില്ലാസിന് പൂവിടാനുള്ളൊരു സ്റ്റേജിലാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വാട്ടണം. അപ്പോൾ ഒന്ന് നന്നായി വെള്ളം കൊടുത്തോന്ന് മാത്രം. അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് നമ്മളകത്ത് വന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുക്കിംഗ് കൂടെ നനഞ്ഞിട്ടുണ്ട്. വെള്ളം നമ്മൾ ചെടിക്ക് നനയ്ക്കുമ്പോൾ ഇവളും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടണ ഒരു സ്വഭാവം അവൾക്കുണ്ട്. അപ്പോൾ അതിൽ നനഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വട്ടാണ്. ആകെ പ്രശ്നം. എന്തെങ്കിലും സാധനം നമ്മളെ കയ്യിലില്ലെങ്കിലുണ്ടല്ലോ അവൾ ചിലപ്പോൾ നമ്മളെ മേത്ത് കയറും. ആദ്യമായിട്ട് ഒക്കെ ഇങ്ങനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും പേടിക്കും. നമുക്കറിയാം അവൾ മാക്സിമം മേത്ത് കയറും, അത്രേ ഉള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും, നമ്മളെ കടിക്കുന്നു വിചാരിക്കും. ഇനി ഇവളുടെ ഈ ഒരു എന്താ പറയുക ബഹളമൊക്കെ തീരണമെങ്കിൽ ഇവളൊന്ന് ക്ഷീണിക്കണം. ഓടി 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 ക്ഷീണിച്ച് എന്താ പറയുക കിതച്ച് പട്ടിയാവാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാവും. അപ്പോൾ എനങ്ങാണ്ട് അവിടെ ഫാൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കും ചത്ത പോലെ. പിന്നെ നമ്മൾ ചെന്ന് കുത്തിയാലും എനിക്കില്ല, അപ്പോൾ കാരണം വയ്യാണ്ടായി, അത്രയും ക്ഷീണമായി. നമ്മുടെ മില്ലിക്കുട്ടി ഉണ്ടല്ലോ, മില്ലിക്കുട്ടിക്ക് ഒരു 3 മാസമായിട്ട് കുറേ നിറയെ പൂട കൊഴിയുക, പിന്നെ പൂട കൊഴിഞ്ഞ് പോകണത്ത് കുറച്ച് ഇൻഫെക്ഷൻ പോലെ കുറച്ച് ചോര പൊടിയുക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ അങ്ങനെ കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച ആൻറ്റിബയോട്ടിക്കും ഈ മരുന്ന് മേത്ത് സ്പ്രേ ചെയ്യണ സമയത്ത് ഇവളെ അടച്ചിടുമായിരുന്നു. കാരണം പുറത്ത് നമ്മൾ വേറെ പെറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നും മേത്താവാൻ പാടില്ല, അവർ നക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ അവളെ കൂട്ടിലിടുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഇപ്പോൾ എന്നെ പേടിയാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നമ്മളെ അടുത്ത് അങ്ങനെ പ്രശ്നമില്ല, പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ മാത്രമാണ് ഇവൾ പ്രശ്നക്കാരിയാവുള്ളൂ. ഇങ്ങനെ ഓടിപ്പോവും, പിന്നെ കുറേ നേരത്തേക്ക് വരില്ല. അങ്ങനെ അവർ പോയോ എന്നൊക്കെ വന്ന് നോക്കിയിട്ടാണ് നിൽക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്നെ ഭയങ്കര പേടിയാണ്. കാരണം ഞാനും പിടിക്കണു, മരുന്ന് തേക്കണു, മരുന്ന് വായിലൊഴിച്ച് കൊടുക്കണു, പൂട്ടിയിടണു. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം ഇപ്പം ഇങ്ങനെ പതുക്കെ ശരിയായി വരണുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് ഇപ്പം ഒന്ന് ഓക്കെ ആയി വരണുള്ളൂ മാഡം. എന്നിട്ട് പൂടിയൊക്കെ വരണം ഇനി നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മളുടെ പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് 1-2 ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ പാർട്ട് 3. അപ്പോൾ ബൈ.